ഹലോ, ഞാൻ ഡോക്ടർ പൊന്നു. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ മിക്ക ആൾക്കാരും ഓട്ടിസം എന്ന ടോപ്പിക്കിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, അസുഖത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് പേരെങ്കിലും സ്പ്ലിറ്റ് ബ്രെയിൻ സിൻഡ്രം എന്ന ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, അവർക്കൊരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉണ്ടാവും. ഏതെങ്കിലും ഒരു കാര്യത്തിലെ മേഖലയിൽ അവർ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരായിരിക്കും. പല കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ള ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ പലർക്കും നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, അല്ലെങ്കിൽ പിയാനോ പ്ലേ ചെയ്യാൻ അറിയാം, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് നന്നായിട്ട് പ്ലേ ചെയ്യാൻ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും ഓട്ടിസം. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ബ്രെയിൻ സിൻഡ്രം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. സ്പ്ലിറ്റ് ബ്രെയിൻ സാധാരണ നമ്മുടെ മസ്തിഷ്കത്തിന് രണ്ട് പാർട്ടുണ്ട് ബ്രെയിനിന്, വലത് സൈഡും ഇടത് സൈഡും. അപ്പോൾ അത് തമ്മിൽ കണക്ഷനുണ്ട്. കോപ്പസ് കലോസം എന്നാണ് അതിൻ്റെ മെയിൻ കണക്ഷൻ്റെ പേര്. വേറെയും കുറേ നെർവ് കണക്ഷൻസ് ഉണ്ട്, മെയിനായിട്ട് ഈ കോപ്പസ് കലോസം. അപ്പോൾ ഈ കോപ്പസ് കലോസം കട്ടായിപ്പോയാൽ അല്ലെങ്കിൽ അതില്ലാത്ത ആളിൽ രണ്ട് ബ്രെയിനും രണ്ട് രീതിയിൽ, രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യും. രണ്ടും തമ്മിൽ കോർഡിനേഷൻ ഇല്ല. ചുരുക്കത്തിൽ ഇതിനെ കുറേ ഇൻട്രിക്കസീസ് ഉണ്ട്, എന്നാലും ചുരുക്കത്തിൽ ഇതിനെ സ്പ്ലിറ്റ് ബ്രെയിൻ സിൻഡ്രം എന്ന് പറയാം. അപ്പോൾ 1980s ഇതിനെ ബേസ് ചെയ്ത് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മൂവിയുടെ പേരാണ് റെയിൻ മാൻ. 1988 തോന്നുന്നു. അതിൽ ആക്ട് ചെയ്തിരുന്നത് ഡസ്റ്റിൻ ഹോഫ്മാനും ടോം ക്രൂസും ആണ്. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ടിരിക്കുന്നത് അതിൽ ഡസ്റ്റിൻ ഹോഫ്മാൻ്റെ ക്യാരക്ടർ ഓട്ടിസം ഉള്ള ഒരാളാണ്, പക്ഷേ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉണ്ട്. എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ ഭയങ്കര ആൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു. അപ്പം വളരെ വലിയ ഫിഗേഴ്സ് വരെ പെട്ടെന്ന് തന്നെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ, ആൻസർ പറയാൻ. അതുപോലെ തന്നെ ഒരു ബുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. റൈറ്റ് സൈഡ് പേജ് റൈറ്റ് ബ്രെയിൻ കൊണ്ടും ലെഫ്റ്റ് സൈഡിലെ പേജ് ലെഫ്റ്റ് ബ്രെയിൻ കൊണ്ടും ആൾ വായിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 98% ഓഫ് ദി ഇൻഫർമേഷനും ആൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഡേ ആണെന്ന് പറയും. ആ ഡേയിൽ നടന്ന ഇൻസിഡൻസ് കറക്റ്റായിട്ട് പറയും. അപ്പോൾ ഓർമ്മശക്തിയും ഗ്രാസ്പിംഗ് പവറും വളരെയധികം ഉള്ള ഒരാളായിരുന്നു ഡസ്റ്റിൻ ഹോഫ്മാൻ്റെ ക്യാരക്ടർ. അതിൽ കാണിച്ചിരിക്കുന്നത് ഡസ്റ്റിൻ ഹോഫ്മാന് ഓട്ടിസം ഉള്ളതായിട്ടാണ്. ഈ ഡസ്റ്റിൻ ഹോഫ്മാൻ്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തത് ഒരു റിയൽ ലൈഫ് പേഴ്സണെ ബേസ് ചെയ്തിട്ടായിരുന്നു. ആ റിയൽ ലൈഫ് പേഴ്സൻ്റെ പേരായിരുന്നു കിം പീക്ക്. സോ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇദ്ദേഹം ആക്ച്വലി ഈ കിം പീക്ക് അദ്ദേഹം ഓട്ടിസ്റ്റിക് അല്ലായിരുന്നു. അദ്ദേഹത്തിന് FG സിൻഡ്രം എന്നുള്ളൊരു അസുഖമായിരുന്നു. FG സിൻഡ്രം ആ പേര് വന്നത് ഈ പേഷ്യൻസിൻ്റെ ആദ്യം കണ്ടുപിടിച്ച പേഷ്യൻ്റെ ഇനീഷ്യലിൽ നിന്നാണ് FG സിൻഡ്രം എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇതിൽ കോപ്പസ് കലോസം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗവും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് കോപ്പസ് കലോസം, അല്ലെ കണക്ഷൻ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് കോപ്പസ് കലോസം. ഈ കോപ്പസ് കലോസം ഇദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം ബ്രെയിനിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഈ FG സിൻഡ്രം കോപ്പസ് കലോസം ഏജനസിസ് അല്ലെങ്കിൽ ആബ്സെൻസ് മാത്രമല്ല, വേറെയും കുറേ പ്രശ്നങ്ങളുണ്ടാവാം. ബുദ്ധിയിൽ പ്രശ്നങ്ങളുണ്ടാവാം, പിന്നെ ഉദരസംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പം ഇദ്ദേഹത്തിന് ഈ കോപ്പസ് കലോസം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു FG സിൻഡ്രം ഉള്ള ഈ കിം പീക്ക് എന്നുള്ള വ്യക്തി. പക്ഷേ അദ്ദേഹത്തിന് രണ്ട് ബ്രെയിനും സെപ്പറേറ്റഡ് ആയതുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ റൈറ്റ് സൈഡിൽ എഴുതുന്നത് ലെഫ്റ്റ് സൈഡിൽ മനസ്സിലാക്കത്തില്ല, അല്ലെങ്കിൽ റൈറ്റ് കൈ വേറെ ഒരു കാര്യം ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈ അതെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ റൈറ്റ് ബ്രെയിൻ ആണ് ലെഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, ലെഫ്റ്റ് ബ്രെയിൻ ആണ് റൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ലാംഗ്വേജ് സെൻറ്റർ, നമ്മളിപ്പം ഒരു വസ്തുവിൻ്റെ പേര് പറയുക അല്ലെ സംസാരിക്കുക, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ആണ്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. മിക്ക ആൾക്കാരിലും ഇതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വസ്തു ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, ലെഫ്റ്റ് കയ്യിൽ ഒരു വസ്തു ഇരിക്കുവാണെങ്കിൽ അതെന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഞാൻ പേന എടുത്ത് വെക്കുവാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ പറയും ഇത് പെന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ സ്പ്ലിറ്റ് ബ്രെയിൻ ഉള്ളവരിൽ ലെഫ്റ്റ് കയ്യിലൊരു ഒബ്ജക്റ്റ് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ ലെഫ്റ്റ് ലാംഗ്വേജ് സെൻറ്റർ ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ലെഫ്റ്റ് കയ്യിൽ എന്താ ഇരിക്കുന്നതെന്നുള്ളത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിന് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പേനയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതേസമയം ഈ ഒബ്ജക്റ്റ് എടുത്ത് വലത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് പറയാൻ പറ്റും ഇത് പേനയാണ്. കാരണം ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് നമ്മുടെ വലത് കൈയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താണ് ഓരോ സൈഡും എന്താ ചെയ്യുന്നത് മറ്റേ സൈഡിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു കൈ കൊണ്ട് ബട്ടൺ ചെയ്യും, മറ്റേ കൈ കൊണ്ട് അൺബട്ടൺ ചെയ്യും. അപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ട് സൈഡും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പിക്ചർ ആയിരിക്കാം. അപ്പോൾ അവർ കരയും. പക്ഷേ എന്താണ് ആ പിക്ചർ എന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല, ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് ലാംഗ്വേജ് സെൻറ്റർ ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട്. പക്ഷേ അതേ പിക്ചർ എടുത്ത് റൈറ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ അത് റെക്കഗ്നൈസ് ചെയ്ത് അതിൻ്റെ പേര് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ പറയാൻ കാരണം ഇതാണ്. അതായത് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിലാണെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എബിലിറ്റി അവർക്കുണ്ടാവും. അപ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണം ഏതാണ് സ്പെഷ്യൽ എബിലിറ്റി എന്നുള്ളത്. അത് വളർത്തിയെടുത്താൽ ആ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ ഒരു വളരെ മിസ്റ്റീരിയസ് ഓർഗനാണ്. ഇതുവരെ അതിനെ ഫുള്ളി ഡെസിഫർ ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ ബ്രെയിന് ലേൺ ചെയ്യാനും റീലേൺ ചെയ്യാനും ഹീൽ ചെയ്യാനും റിപ്പയർ ചെയ്യാനൊക്കെ ഒരുപാട് നല്ല കപ്പാസിറ്റി ഉള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ബ്രെയിൻ. അതാണ് ഈ സ്ട്രോക്ക് വന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും അവർ റിക്കവർ ചെയ്യും. മിക്ക ആൾക്കാരും വലിയ പരിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരുവിധം റിക്കവർ ചെയ്ത് അവർ പഴയ പോലെ ആവാറുണ്ട്. കാരണം അത്രയധികം റീലേൺ ചെയ്യാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനാണ് ബ്രെയിൻ. അപ്പം ഇങ്ങനെയുള്ള ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിലാണെങ്കിലും ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളിലാണെങ്കിലും എന്താണ് ആ സ്പെഷ്യൽ എബിലിറ്റി എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക, വേണ്ടത് ചെയ്യുക. താങ്ക് യു.